തൃശൂർ നഗരത്തെ വിറപ്പിക്കാൻ ഇന്ന് പുലികളിറങ്ങും. സ്വരാസ് റൗണ്ടിൽ വൈകിട്ട് അരമണി കിലുക്കി താളത്തിൽ ചുവടുവെച്ച് 350-ലേറെ പുലികളാണ് ഇറങ്ങുന്നത്. പാട്ടുരായ്ക്കൽ സംഘമായിരിക്കും ആദ്യം സ്വരാസ് റൗണ്ടിൽ പ്രവേശിക്കുക. 7 സംഘങ്ങളായാണ് പുലികൾ ഇറങ്ങുന്നത്. കാളിദാസനും മേഘന മുരളിയും ചേരുന്നു. കാളിദാസനും മേഘന, ഇപ്പോൾ പുലിമടയിൽ, അതായത് 4ാം ഓണത്തിനാണ് ഈ പുലിമട ഉണരുന്നത്. പുലിമടയിൽ ഇത്തവണ വൈവിധ്യമാർന്ന പുലിക്കൂട്ടങ്ങളെ കണ്ടു തുടങ്ങിയോ മേഘന, കാളിദാസ്? തീർച്ചയായും അനുപ്രിയ, നമ്മൾ മറ്റൊരു പുലിമട തേടി വന്നതാണ്. തൃശ്ശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ പുലിക്കൂട്ടങ്ങൾ ഇങ്ങനെ മുഖമെഴുത്തും ചമയമെഴുത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയപ്പാടോടുകൂടി തന്നെ പലതരത്തിൽ, അനുപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള പുലികളുണ്ട്. അത് ഹിമപ്പുലിയാണെങ്കിലും ചീറ്റപ്പുലിയാണെങ്കിലും കരടിപ്പുലിയാണെങ്കിലും എന്തൊക്കെ തരത്തിലുള്ള പുലികളുണ്ട്? ഒന്നും ആയിട്ടില്ല, നമ്മൾ കുറച്ചേ കണ്ടിട്ടുള്ളൂ. നമ്മൾ നേരത്തെ കാണാട്ടുകരയുടെ ആയിരുന്നു, ഇപ്പൊ നമ്മൾ സീതാറാം മിൽദേശത്തിന്റെ വന്നു. ഇവിടെ വനിതാ പുലികൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കൊന്ന് തപ്പണം, നമുക്കൊന്ന് സജീവമാണല്ലേ ഈ പുലിമട? കുറച്ചുകൂടി ഇത് കുറച്ചുകൂടെ സജീവമാണ്, ആവേശമുണ്ട് ഇവിടെ. അപ്പൊ നമുക്കിതാ ഓരോ ചമയ എഴുത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയാണ്? അടിപൊളിയാണ്. 20 കൊല്ലമായി ഞാൻ. എത്ര മണിക്കൂറായി? മണിക്കൂർ ഇപ്പോ കാലത്ത് 6 മണിക്ക് വന്നുള്ളൂ. ഇനി വൈകുന്നേരം വരെ നിൽപ്പും. അനുപ്രിയ, ഇവര് നിൽക്കുന്ന കണ്ടില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടി ഇങ്ങനെ കമ്പൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വലിയ തരത്തിൽ ഇവിടെ കുറച്ചുകൂടി പുലികളടക്കം ഈ എഴുത്തിന് വേണ്ടി വന്നിട്ടുണ്ട് വലിയ തരത്തിൽ, അല്ലെ കാളിദാസേ? ഇത് ആവേശം ഇങ്ങനെ ഓരോ മണിക്കൂറിലും ഇങ്ങനെ കൊട്ടിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സീതാറാം മിൽദേശം, ഇനി നമ്മളത് കഴിഞ്ഞ് മറ്റ് സംഘങ്ങളിലേക്കൊക്കെ പോകും. കുറച്ച് വലിയ വയറുള്ള ചേട്ടനാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദൃശ്യാവിഷ്കാരം എന്ന് പറയാം, അല്ലെ? വലിയ തരത്തില്. അതെ, വലിയ എന്നുവെച്ചാ വയറെത്ര വലുതാവുന്നോ, ഇവരുടെ തലയെടുപ്പ് എന്ന് പറയുന്നത് ഇവരുടെ വയറിനുള്ള. വയറെത്ര വലുതാവുന്നോ അതിനനുസരിച്ച് ആ പുലി നന്നാവും. ഈ വയറിന്റെ രഹസ്യം ഞാൻ ഈ ചേട്ടനോടും ചോദിക്കാൻ പോവാ. എന്താ ഈ വയറിന്റെ രഹസ്യം? വയറിന്റെ രഹസ്യം പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ തടി കുറയ്ക്കാണ്ട് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോ വലിയ വലിയ പടങ്ങളിൽ കുഞ്ഞു കുഞ്ഞു വേഷം ചെയ്യുന്നുണ്ട്. ചേട്ടനൊരു സിനിമയിൽ അഭിനയിക്കുന്ന നായകനല്ല, വലിയ വലിയ പടങ്ങളിൽ ഭാഗമാകാൻ പറ്റി. ഏത് പടത്തിലാ? ഹൃദയം, മേമൂസ, നെയ്മർ, തമിഴില്, പ്ലവേഴ്സിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വിജയ് സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയ് സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇപ്പൊ പുലിവേഷം കെട്ടാൻ സീതാറാമിൽ വരാൻ പറ്റിയതും പ്രസാദേട്ടൻ വന്ന് എന്നെ വിളിച്ചു വന്ന് ഒരു 3-4 മാസം മുന്നേ. അന്നിങ്ങനെ വർക്കൊന്നും ഇല്ലാണ്ട് ആകെ കഷ്ടമായിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പ്രസാദേട്ടൻ വന്ന് വിളിച്ചു. അതെനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. പലതരത്തിലുള്ള പുലികളെ നമ്മൾ കാണാറുണ്ട്. ഇത് വിജയ് ഫാൻ ആയിട്ടുള്ള ഒരു പുലി. എല്ലാ വിജയ് ഫാൻസിനും വേണ്ടി, അല്ലേ? എല്ലാ വിജയ് ഫാൻസിനും വേണ്ടിയിട്ടാണോ? അതെ അതെ, എല്ലാവർക്കും വേണ്ടിയില്ല, എല്ലാവർക്കും. വിജയ്ക്ക് വേണ്ടിയിട്ടാണ്, വിജയണ്ണന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട്. എനിക്ക് വേർതിരിവൊന്നുമില്ല. തമിഴ് മലയാളം മാത്രം അറിയുള്ളൂ, മറ്റുള്ള ഭാഷയിലും അഭിനയിക്കണം. അപ്പോൾ ഇത് കാണുന്ന ഡയറക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ, നടീനടന്മാർ, കഥ എഴുതുന്ന ആർക്കും ഒരു ദേഷ്യം വേണ്ട. എനിക്ക് എല്ലാ ഭാഷയിലും അഭിനയിക്കണം. വിജയണ്ണൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഫോട്ടോ ഇട്ട് നടന്നത്. വിജയ് ഫാൻ ആയിട്ടുള്ള ഒരു പുലി, അത് വെറൈറ്റി പുലിയാണ്. നമുക്ക് പലതരത്തിലുള്ള, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പല ജോലികളൊക്കെ ഉള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജോലി രാജിവെച്ചും ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടും ഒക്കെ പുലി വേഷം കെട്ടാൻ വരും എന്ന് പറയുന്നക്കാറുണ്ട്. അങ്ങനെ ഒരു പുലിയെ നമ്മൾ കണ്ടത്. കുറെ അതിഥികളുണ്ട്, ഇഷ്ടംപോലെ അതിഥികളുണ്ട്. നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി എ രാജൻ സാറുണ്ട് ഇവിടെ. നമുക്ക് അതിലേക്കൊക്കെ പോണം. സാറ് ഇവിടെ കുറച്ച് തിരക്കിലാണ്. അപ്പോ മേഘന, മറ്റൊരു, അതായത് ഇപ്പോൾ വെറുതെ വന്ന് താളത്തിനൊത്ത് ചുവട് വെച്ച് പോകുന്ന ഒരു സംഭവമല്ല ഈ പുലികളി എന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുണ്ട്. മാത്രമല്ല, ഈ പുലിനൃത്തം, ടാബ്ലോ, അച്ചടക്കം എന്നിങ്ങനെ നിരവധി മേഖലകളിൽ 1, 2, 3 പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളിങ്ങനെ പുലികളി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണെന്ന്. പക്ഷെ ഇതിനൊരു കൃത്യമായ ഒരു താളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുലികളിയിലെ ഒരു അച്ചടക്കം, ആ താളബോധം, അതിനെക്കുറിച്ചൊക്കെ അവരോടൊന്ന് ചോദിക്കാമോ? തീർച്ചയായും അനുപ്രിയ, അവർക്ക് ഇതിനെക്കുറിച്ച്, അതായത് ഈ പുലിക്കളിയെ കുറിച്ച് പലതരത്തിലുള്ള വിശേഷങ്ങൾ പറയാനുണ്ട്. കാരണം അവർ അത്രയും വർഷങ്ങളായി ഈ പുലിവേഷം കെട്ടുന്ന, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വരത്തന്മാരാണെന്ന് പറയാം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഒരുപാട് വർഷമായിട്ട് ഈ പുലിവേഷം കെട്ടുന്നതാണ്, അല്ലെ ചേട്ടാ? 9 വർഷം. 9 വർഷമായിട്ട്. എങ്ങനെ ഇതിന്റെ ഒരു അനുഭവം എങ്ങനെയാണ്? അപ്പൊ ഇത് കുട്ടിക്കാലം തൊട്ടേ ഈ പുലിക്കളിയൊക്കെ കണ്ട് വളർന്നതാണ്. അങ്ങനെയാണ് ഈ സീതാറാമിൽ ദേശത്തിൽ എങ്ങനെ? 2 വർഷമായി സീതാറാമിൽ. കഴിഞ്ഞ പോലെ ഉടനെ നടന്നു. ഇതിന്റെ ഒരു മത്സര ബുദ്ധി എങ്ങനെയാ? കപ്പടിക്കണം ഫസ്റ്റ്. നമ്മള് കാനാട്ടുകര ദേശത്ത് പോയപ്പോ അവര് കപ്പടിക്കുന്ന പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പറയാം? നമുക്ക് വാശിയുണ്ടല്ലോ, നമ്മൾ കപ്പടിക്കാൻ വേണ്ടി നമ്മളും പേശിട്ടുള്ളത്. അതേപോലെ പലതരം പുലികളുടെ, ഇതെന്ത് പുലിയാ? വരയം പുലി. അപ്പം ഇവിടെ ഇപ്പം എല്ലാ തരം പുലികളും ഉണ്ട് അല്ലേ? എല്ലാവരുടെയും ഇതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരം പുലികളുണ്ട്. കരിമ്പുലി ഇല്ലേ? കരിമ്പുലിയുണ്ട്.
അപ്പൊ നമുക്ക് അതിലോട്ടൊക്കെ പോണം. ഇല്ല കാളിദാസെ മേഖല, അതായത് ഇപ്പൊ ഇവർ നല്ല കനത്ത ചൂടിലും വെയിലിലുമാണ് ഇവര് പുലി കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവര് ദേഹത്ത് ഇട്ടിരിക്കുന്ന ഈ ചായം അത് ഈ വിയർപ്പിൽ ഒലിച്ചു പോകരുതല്ലോ. അതുകൊണ്ട് ഏത് രീതിയിലുള്ള ചായമാണ് ഇവർ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മളൊക്കെ കേൾക്കുന്നത് ഇവർ ഇനാമൽ പെയിന്റ് ആണ് ഉപയോഗിക്കുന്നത്, അത്തരത്തിലൊരു പ്രത്യേക തരത്തിലുള്ള പൗഡർ ശരീരത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാമോ? അനുപ്രിയ, ഇതിൽ പ്രധാനമായിട്ടും ഇതില് ഒരു പൊടി ചേർത്തിട്ടാണ് ഈ ചായം, ഇത് വാർണിഷില് മുക്കി. ഞാൻ എന്തായാലും നമുക്ക് ആ ചേട്ടനോട് തന്നെ, ചേട്ടാ എങ്ങനെ ഈ ചായം ഉണ്ടാക്കിയെടുക്കുന്നത്? ഇത് മറ്റേ ഗുരുല പൗഡറും പിന്നെ വാർണിഷും തമ്മിലുള്ള മിക്സിംഗ്. തയ്യാറാക്കി 1 മണി ഒരു അരമണിക്കൂർ മിക്സ് ആക്കിയിട്ട് എന്നിട്ട് പിന്നെ അരക്കുന്ന ആ പ്രോസസ്സിംഗ് ഉണ്ട്. അതാ അനുപ്രിയ, അതാദ്യം ഒരു പൊടിയുണ്ട്, ഇത് ആ പൊടിയാണ് ഇതിൽ പ്രധാനമായിട്ടും ചായ എന്ന് പറഞ്ഞത്. അതെന്നിട്ട് ഈ വാർണിഷിൽ തേച്ച് വാർണിഷിൽ ചേർത്ത് ഇതെന്നിട്ട് ഒരു അരപ്പുണ്ട്, ആ അരപ്പെല്ലാം കഴിഞ്ഞ് എടുത്ത് അങ്ങനെയാണ് ഇതിന്റെ ചടങ്ങുകളും ഇതിന്റെ ചായ ഉണ്ടാക്കുന്നത്. അപ്പം കുളിർമയേകുന്ന കാഴ്ച, അല്ലെങ്കിൽ നമുക്ക് ഈ കണ്ട് പരിചയമില്ലാത്തവർക്ക്, ഇപ്പൊ ഞാനൊക്കെ ഈ തൃശ്ശൂരിലെ പുലിക്കളി സമയത്ത് ആദ്യമായിട്ടാണ് വരുന്നത്, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതാ ഈ നിൽപ്പൊക്കെ കാണുമ്പോൾ കുറച്ച് അത്ഭുതം തോന്നും. ചേട്ടാ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ ഒരു നൃത്തം? ഇനി വൈകുന്നേരം വരെ ഇങ്ങനെ നിൽക്കണ്ടേ? 3 മണി വരെ ഇങ്ങനെ നിൽക്കണം. ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നുമില്ല. നമ്മളിപ്പോ 4-5 കൊല്ലമായി ഇപ്പൊ ഇതിനെ വെള്ളിൽ ഇറങ്ങിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ മുഖേനയാണ് വരുന്നത്. ഇപ്പൊ നമ്മള് ഈ 2 കൈയും അവർക്ക് മുട്ടിക്കാൻ പറ്റില്ല, കാരണം അത് ഈ പെയിന്റിന്റെ ഒക്കെ വിഷയം വരുന്നത് കൊണ്ട്. അപ്പൊ ഈ നിൽപ്പ് ഈ വൈകുന്നേരം 3 മണി വരെ നിൽക്കണം എന്നുള്ളതാണ്. എന്തായാലും ആവേശമുണ്ട്. എത്രത്തോളം ആവേശമുണ്ട്? നമുക്ക് കപ്പടിക്കണ ആവേശമാണ്. ആ ദേശക്കാരൻ പറയുന്നത് അവര് കപ്പടിക്കുന്നു. എന്തെങ്കിലും സസ്പെൻസ് എലമെന്റ് ഒക്കെ ഉണ്ടോ? സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അത് ഇത് ഇവിടുന്ന് പോകുമ്പോഴാണ് ഞങ്ങളിപ്പോ ഇതാവുള്ളൂ. നമുക്ക് വനിതാ പുലികളെ ഒന്ന് തപ്പണ്ടേ? ഇവിടെ ഉണ്ടെന്നാ കേട്ടെ. വനിതാ പുലികൾ ഇവിടെ ഉണ്ടെന്നുള്ളത് കേൾക്കുന്നുണ്ട്. നമുക്ക് അതിലോട്ടൊക്കെ ഒന്ന് പോണം. അപ്പൊ ഇവിടെ നല്ല ഒരു, നമ്മൾ നേരത്തെ പോയ ഒരു വേദി അല്ലെങ്കിൽ പുലിമടീനേക്കാളും കുറച്ചുകൂടെ സജീവമാണ്. തീർച്ചയായിട്ടും നമ്മൾ വനിതാ പുലിയും കുട്ടിപ്പുലിയും ഒക്കെ തപ്പിയിട്ടുള്ള ഒരു പോക്കാണ്. അപ്പൊ അവിടെ അവർ ഈ വനിതകൾ എണ്ണം കുറച്ചായതുകൊണ്ട് തന്നെ അവർ പലതരത്തിൽ എന്തായതല്ലേ പല മാധ്യമങ്ങൾക്ക് നമ്മൾക്ക് അവരെ വിട്ടുകിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഇവിടെ ഇതാ ഈ നമ്മൾ ഈ ചായം തേക്കുന്നതിന്റെ ഒരു ആദ്യപടി ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി അടുത്ത്. ഇത് ഉണങ്ങി എത്ര നേരം എടുക്കും ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ? മൊത്തം ചായം പൂശി വേഷം വിധാനത്തോടെ ഇറങ്ങാൻ അല്ല, അപ്പൊ മൊത്തത്തില് പുലിയായിട്ട് ഇറങ്ങാൻ എത്ര സമയം എടുക്കും? 3-4-5 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കും. അപ്പൊ ഇത്തവണ കപ്പ് നമുക്ക് വിട്ടുകൊടുക്കത്തില്ല. നല്ല മത്സര ബുദ്ധിയോടെ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഒരു വനിതാ പുലിയാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. കാളിദാസ്, നമുക്ക് എന്നാ ഇതാ ഇവര് ആണ് പെൺപുലി കെട്ടുന്ന ആൾക്കാർ. ഇവര് കുറച്ച് അതായത് എണ്ണത്തിൽ കുറവായതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ അവര് ഹലോ എന്തുണ്ട് വിശേഷം, എന്തുണ്ട്? പെൺപുലിയാണ്. അതെ. അപ്പൊ എങ്ങനെ നമ്മൾ സ്ത്രീകൾക്കൊരു അഭിമാനമായിട്ട് നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ സീതാറാമിൽ ദേശം? ഒരു പേരെന്താ? നിമിഷ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ദേശത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഈ ദേശത്തിലേക്ക് എത്തിയ എന്തൊക്കെ കടമ്പകൾ, അതായത് ഈ സ്ത്രീകൾ കുറച്ച് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരവ് കുറവാണ്, അപ്പൊ എന്തൊക്കെ ഒരു കടമ്പകൾ എന്തൊക്കെയാണ്? നല്ല കടമ്പയായിരുന്നു. അല്ല, കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ അയ്യന്തോളിൽ ഇറങ്ങാൻ വേണ്ടി ചെന്നായി. അവർ ആ സമയത്ത് ഓക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സമയം അപ്പോൾ പെണ്ണുങ്ങളെ ഇറക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് അവർ അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീതാറാം മിൽ ദേശത്തിലേക്കാണ് നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ തന്നെയാണ് നമ്മൾ ഇറങ്ങിയത് കഴിഞ്ഞ വർഷവും. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അവർ തന്നെയാണ് നമ്മളെ വിളിച്ചിട്ട് നമ്മളിതാ ഇറങ്ങാൻ പോകുന്നു. എന്തുകൊണ്ടാണ് അതായത് പെൺകുട്ടികൾ ഇതിലേക്ക് അങ്ങനെ റൂളൊന്നുമില്ല, പെൺകുട്ടികൾ കെട്ടിക്കൂടാന്ന്, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തടയുന്ന ഒരു സാഹചര്യം? അതിപ്പോ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇല്ല. അപ്പൊ എങ്ങനെ നമ്മളെ കൂടുതൽ പേര് വരണം, അങ്ങനെ ഒരു പ്രചോദനമാവുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് സ്ത്രീകൾ വരേണ്ടതാണ്. ഈ പുലികളി മേഖലയിലേക്ക് ഒരുപാട് സ്ത്രീകൾ വരേണ്ടതാണ്. പിന്നെ ഒന്നാമത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് കുറച്ച് ഈഗോ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എല്ലാവരും ഉഷാറായിട്ട് പെൺകുട്ടികൾ ഒരു മനസ്സായിട്ട് നിന്ന് മുന്നോട്ട് തന്നെ വരണം. പെൺപുലികളും വേണമെന്ന് ഞാൻ പറയും. മറ്റു ദേശത്തിലും അങ്ങനെ പെൺപുലികൾ ഉണ്ടോ? അറിയോ അതിനെക്കുറിച്ച്? അതിനെപ്പറ്റി എനിക്കറിയില്ല. എങ്ങനെയാണ് ഈ വേഷവിധാനമൊക്കെ എപ്പോഴാ തുടങ്ങുക? ഉച്ചയാവും. ഉച്ചയ്ക്കാണ്. അത്ര സമയം എടുക്കില്ല? ഈ പുരുഷന്മാർക്ക് വരയ്ക്കുന്ന അത്ര സമയം എടുക്കും? എടുക്കും.
2-3 കോട്ടൊക്കെ നമ്മൾ ഇടണം. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ. പിന്നെ മണ്ണെണ്ണയൊക്കെ തേച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആ സ്കിന്നിലൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ നമുക്കതൊന്നുമല്ല. നമുക്ക് ഈ ആർപ്പോ ഇറോ വിളി കേൾക്കുമ്പോൾ നമുക്കതൊരു ഹരമാണ്. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് അതൊരു ഹരമാണ്. പലരുടെയും സംശയം എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്മാര് ചമയം വരക്കുന്നതും നമ്മൾ ചമയം വരക്കുന്നതും 2 രീതിക്കാണ്. അപ്പൊ അതെങ്ങനെയാണ്? അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പറഞ്ഞെടുക്കാൻ പറ്റും. അതായത് പുരുഷന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബോഡിയിലാണ്. ഞങ്ങളിടുന്നത് എന്താ പറയുക, സ്ലീവ്ലെസ് ഇന്നറാണ് ഇടുന്നത്. ഞങ്ങളുടെ ഇന്നറിന്റെ മുകളിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഒരു പെൺപുലി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഇതേ സീതാറാം മിൽ ദേശത്ത് വേഷം കെട്ടിയിട്ടുള്ള ഒരു പെൺപുലിയാണ്. അങ്ങനെ അവർക്ക് പിന്തുണയുമായി ഒരുപാട് പേരുണ്ട്. ചേട്ടാ, എങ്ങനെ ഒരു വൈബ് കയറിയോ? കഴിഞ്ഞ 1 വർഷക്കാലം മുമ്പ് തന്നെ വൈബ് കയറിയിരുന്നെങ്ങനെ. 1 വർഷക്കാലത്ത് നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇത്തരമൊരു സംഭവം ഇന്ന് സമാപ്തിയിലെത്തുന്നത്. നമ്മൾ തികച്ചും നല്ല രീതിയിൽ അകച്ചടക്കത്തോടെയും അതുപോലെ നിരവധിയായ പ്രവർത്തനങ്ങളോടെയും ചിട്ടയായ പ്രവർത്തനങ്ങളോടെയാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെൺപുലികൾ കുറവാണ്. അപ്പോൾ ഈ സീതാറാം മിൽ ദേശത്താണ് നമ്മൾ ഈ പോയ സ്ഥലങ്ങളിൽ ഇവിടെയാണ് ഒരു പെൺപുലിനെ കണ്ടത്. അപ്പോൾ അതെങ്ങനെ ഒരു പ്രചോദനമാവും തോന്നുന്നുണ്ട്? അത് കഴിഞ്ഞ പ്രാവശ്യം വനിതാ പ്രാതിനിധ്യം എന്നുള്ള രീതിയിൽ ഇവര് അയ്യന്തോളായിരുന്നു പോകാനുണ്ടായിരുന്നത്. അവരിവരെ ഒഴിവാക്കിയപ്പോൾ ജില്ലാ കളക്ടർ ഇടപെട്ട് നമ്മുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞ വർഷം അവർ ആദ്യമായിട്ട് ഇവിടെ വേഷിട്ടാണ് നിമിഷ എന്ന് പറഞ്ഞ നിമിഷ ബിജു. അപ്രാവശ്യം അവർ നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നു. അത് നമ്മൾ അവർക്ക് കൊടുത്തൊരു കമ്മിറ്റ്മെന്റും അതുപോലെ അവർ നമുക്ക് തന്നെ കമ്മിറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണാം. വനിതകളെ കൂടി ഇതിന്റെ പരിപാടിയിലേക്ക് ആകർഷിപ്പിക്കുന്ന രീതിയിൽ ഇതിന്റെ ഭാഗമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണത്. നമുക്ക് ഈ സീതാറാം മിൽ ദേശത്തിന്റെ ഒരു പവർ പ്രേക്ഷകർക്കായി കാണിച്ചു കൊടുത്താലോ? തീർച്ചയായിട്ടും. നിമിഷ, നമുക്കൊരു പവർ കാണിച്ചാലോ? നമുക്ക് ചേരാം. സ്റ്റെപ്പ് ഇടാം. അതായത് നമുക്ക് ഈ ഒരുപാട് പുരുഷന്മാരുടെ ഇടയിൽ ഒരു പെൺപുലി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അഭിമാനമാണ്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ഇടണം, പാട്ടും പാടണം. ഓക്കെ, ഓണപ്പാട്ട് ഫസ്റ്റ് കളിക്കുക. ചെണ്ടമേളൊക്കെ ഓക്കെ. നമുക്കൊരു ആർപ്പ് വിളിച്ച് ഒന്നും കൂടി ആവശ്യം. നിമിഷ, കമോൺ. നിമിഷയും ടീമും, അതായത് നമുക്ക് ഇനി നിമിഷ വേഷം കൂടി കെട്ടിയാ ഇങ്ങനെ ആയിരിക്കുന്നല്ലേ. അപ്പൊ നമുക്ക് കാണണം. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് കാണണം ഉറപ്പായിട്ടും. അപ്പോ ഇതാണ് സീതാറാം മിൽ ദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിമിഷയാണ്. സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിമിഷയാണ്. എന്തായാലും നമുക്ക് അടിപൊളിയാക്കണം. ഇനി മേഘന, കൂടുതൽ വിവരങ്ങളിലേക്കും വാർത്തകളിലേക്കും പുലിവിശേഷങ്ങളിലേക്കും നമുക്ക് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.